നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് ബാധിച്ച സൗദിയിൽ വെള്ളിയാഴ്ച 13 പേർ കൂടി മരിച്ചുവെന്ന ദുഃഖകരമായ വാർത്ത പുറത്തുവരികയാണ്. സൗദിയിൽ കോവിഡ് ബാധിച്ച് ആദ്യമായാണ് ഒറ്റ ദിവസം ഇത്രയും പേർ മരിക്കുന്നത്. ഇതോടെ ആകെ മരണം 364 ഉയർന്നു. പുതുതായി 2642 പേർ കൂടി വൈറസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേസമയം സൗദിയിൽ 5 ദിവസത്തെ പൂർണ്ണ സമയ കർഫ്യൂ വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. സൗദിയിൽ ഇതുവരെ 67,719 പേർക്കാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത്. ഇതിൽ 39,003 പേർ രോഗമുക്തരായിട്ടുമുണ്ട്. 2,963 പേർക്കാണ് വെള്ളിയാഴ്ച രോഗം ഭേദമായത്. 28,352 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 302 പേർ ഗുരുതരാവസ്ഥയിലാണ്. വെള്ളിയാഴ്ച 15,899 പേർക്ക് കോവിഡ് പരിശോധന നടത്തുകയും ചെയ്തു. ഇതുവരെ 6,67,057 പേർക്ക് പരിശോധന നടത്തിയെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 27 ബുധനാഴ്ച വരെ നീളുന്ന 24 മണിക്കൂർ കർഫ്യൂ ലംഘിക്കുന്നവരെ കർശനമായി നേരിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർഫ്യൂ ലംഘിച്ചാൽ 10,000 റിയാലാണ് പിഴ. 5-ൽ കൂടുതൽ പേർ ഒത്തുകൂടിയാൽ ഓരോ വ്യക്തിക്കും 5,000 റിയാൽ പിഴ ലഭിക്കുകയും ചെയ്യും. രാജ്യത്തിന്റെ എല്ലായിടങ്ങളിലും സുരക്ഷ സൈന്യത്തിന്റെ കീഴിലാണ്. നേരത്തെ കർഫ്യൂവിൽ ഇളവ് ലഭിച്ച സ്ഥാപനങ്ങൾക്ക് 3 മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. റെസ്റ്റോറന്റുകൾക്ക് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ പാഴ്സലായി ഭക്ഷണം നൽകാം. അടിയന്തര ആവശ്യങ്ങൾക്ക് തവക്കാൽന ആപ്ലിക്കേഷൻ വഴി പാസ് സ്വന്തമാക്കുകയും ചെയ്യാം. പാസ് ഇല്ലാതെ പുറത്തിറങ്ങിയാലും കട തുറന്നാലും ശിക്ഷ ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. സൗദി അറേബ്യയിലെ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞിരുന്ന 210 പേരെ ഇന്ന്, അതായത് ശനിയാഴ്ച, ഇന്ത്യയിൽ എത്തിക്കുമെന്നുള്ളതാണ് വാർത്ത. 30 മലയാളികൾ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് പ്രത്യേക വിമാനത്തിൽ റിയാദിൽ നിന്ന് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ എത്തിക്കുക. തൊഴിൽ താമസരേഖയില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ജനുവരി മാസം മുതൽ സൗദി സുരക്ഷാ സേനയുടെ പിടിയിലായവരാണ് ഇവർ. റിയാദ്, ദമാം എന്നീ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ കഴിയുന്നവരെയാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നത്. റിയാദിൽ നിന്ന് 150 പേരെയും ദമാമിൽ നിന്ന് 60 പേരെയുമാണ് ഇന്ന് നാടുകടത്തൽ കേന്ദ്രത്തിൽ നിന്ന് റിയാദ് വിമാനത്താവളം വഴി പുറപ്പെടുക. ദമാമിൽ ഉള്ളവരെ കൂടി റിയാദിൽ എത്തിച്ചാവും ഇത്തരത്തിൽ യാത്ര ചാർട്ട് ചെയ്തിരിക്കുന്നത്. സൗദി ഗവൺമെന്റ് ആണ് ഇവർക്കുള്ള യാത്രാ ചെലവ് വഹിച്ച് ഇവരെ നാട്ടിലെത്തിക്കുക. 400-ലധികം ഇന്ത്യക്കാരാണ് സൗദിയിലെ വിവിധ നാടുകടത്തൽ കേന്ദ്രങ്ങളിലായി ഉള്ളത്. COVID-19 വ്യാപനത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് ഇവരുടെ യാത്ര തടസ്സപ്പെടുകയായിരുന്നു. ഇതിനിടെ പലതവണ ഇവരെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കാൻ ശ്രമം നടന്നിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ യാത്രാ അനുമതി നൽകാതിരുന്നതിനാൽ ഇവരുടെ യാത്ര നീളുകയാണ് ചെയ്തത്. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവരെ കൂടി നാട്ടിലെത്തിക്കുമെന്നും അറിയുന്നു. പാസില്ലാത്തവർക്ക് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി ഔട്ട് പാസ് വിതരണം ചെയ്തിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ ജാമ്യം നൽകി പുറത്തുവിട്ടവരും ഈ വിമാനത്തിൽ യാത്ര ചെയ്യും. എന്നാൽ ഹൈദരാബാദിൽ എത്തുക ഇന്ത്യക്കാർക്ക് ഏതു തരത്തിലുള്ള യാത്ര അടക്കമുള്ള സൗകര്യം ലഭ്യമാകുമെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.